നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പൽക്കുളങ്ങര. അപ്പോൾ നമുക്ക് കേൾക്കാം പാഞ്ചാലി സ്വയംവരം. കഥയിൽ ചോദ്യമില്ല. പാഞ്ചാലി സ്വയംവരം. ഏകചക്രയിലെ താമസത്തിനിടയ്ക്ക് ഒരു ദിവസം ഒരു വൃദ്ധ ബ്രാഹ്മണൻ പാണ്ഡവരുടെ അതിഥിയായി എത്തി. കുശല പ്രശ്നങ്ങൾക്കിടയിൽ ബ്രാഹ്മണൻ തൻ്റെ യാത്രോദ്ദേശം വെളിപ്പെടുത്തി. ഞാൻ പാഞ്ചാല രാജധാനിയിലേക്ക് പോവുകയാണ്. ദ്രുപദ രാജാവിൻ്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരമാണത്രേ. സദ്യയും സർവാണിയും ദക്ഷിണയും ദാനങ്ങളുമൊക്കെ വേണ്ട പോലെ കാണും. ബ്രാഹ്മണൻ എന്ന നിലയിൽ തങ്ങൾക്കും സ്വയംവരത്തിന് കൂടാൻ പാണ്ഡവന്മാർ ചിന്തിച്ചു. പാഞ്ചാല രാജാവായ യജ്ഞസേനൻ ദ്രോണരെ കൊല്ലാൻ പ്രാപ്തനായ ഒരു പുത്രനും അർജുനൻ്റെ പത്നി പദ അലങ്കരിക്കാൻ യോഗ്യയായ ഒരു പുത്രിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. യാഗകർമ്മങ്ങൾ നടത്തി നേടിയവരാണ് ദൃഷ്ടദ്യുമനും പാഞ്ചാലിയും. പാണ്ഡവന്മാരോടൊട്ടാകെ തന്നെ അഗ്നിക്കിരയായി മരിച്ച നിലയ്ക്ക് ഇനി ദ്രുപദൻ്റെ ആഗ്രഹം എങ്ങനെയാണ് നടക്കുക? അതുകൊണ്ട് അർജുനനെ പോലെ സമർത്ഥനായ ഒരു വില്ലാളി തന്നെ ആവട്ടെ തൻ്റെ മകളുടെ ഭർത്താവെന്ന് കരുതി രാജാവ് ഒരു മത്സരം നിശ്ചയിച്ചിരിക്കുകയാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കിളിയെ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രചക്രത്തിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്രേ. താഴെ ഒരു വില്ലും അമ്പം. അതെടുത്ത് ആ കിളിയുടെ കഴുത്തറുത്ത് താഴെ ഇടണം. ആരങ്ങനെ ചെയ്യുന്നുവോ അവന് രാജകുമാരിയെ വിവാഹം കഴിക്കാം. ഒരു ഭാഗ്യം തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ? വിധി തന്നെയാവും വൃദ്ധനെ ഇങ്ങോട്ട് അന്തിയുറങ്ങാൻ അയച്ചത്. കുന്തി കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നമുക്കും പോകാം. ഈ നാട്ടിൽ എത്ര കാലമായി താമസിക്കുന്നു, ഇനി മറ്റിടത്താകാം. അങ്ങനെ പാഞ്ചാല ദേശത്തേക്ക് പോകാനും പാഞ്ചാലിയുടെ സ്വയംവരത്തിൽ കൂടാനും പാണ്ഡവന്മാർ നിശ്ചയിച്ചു. അപ്പോൾ വേദവ്യാസൻ അവിടെ എത്തി. അവരുടെ പാഞ്ചാല യാത്രയെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹം സന്തോഷിച്ചു. പാണ്ഡവന്മാർ ഉത്സാഹത്തോടെ പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. സ്വയംവരത്തിന് പോകുന്ന ചില ബ്രാഹ്മണരെ വഴിക്ക് വെച്ച് കിട്ടി. അവർ ഗംഗാതീരത്തെത്തിയപ്പോൾ നേരം രാത്രിയായി. തീക്കൊള്ളിയുടെ വെളിച്ചം കൊണ്ട് വഴി കണ്ടറിഞ്ഞ് അവർ പുഴ കടക്കുവാനിറങ്ങി. ആ സമയം അങ്കാരപർണനെന്നും ചിത്രരഥനെന്നും പേരായ ഒരു ഗന്ധർവൻ ഭാര്യമാരോടൊത്ത് ഗംഗയിൽ ജലക്രീഡ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് പാണ്ഡവന്മാരും കൂട്ടരും പുഴയിലിറങ്ങിയത്. ഗന്ധർവന് കോപം വന്ന്, ആരാണ് ഇത്ര നിർഭയരായി നദിയിലിറങ്ങുന്നത്? അതിന് മറുപടി നൽകി, സകല ജീവജാലങ്ങൾക്ക് സ്വതന്ത്രമായി സ്നാനം ചെയ്യാവുന്ന പാവനമായ ഗംഗാനദിയിൽ സ്ത്രീകളോടൊത്ത് ക്രീഡിക്കുവാനിറങ്ങി മറ്റുള്ളവരുടെ മാർഗനിരോധം ചെയ്യുവാൻ മുതിർന്ന മൂഢൻ ആരാണ്? അർജുനൻ്റെ മറുപടി കേട്ട് ക്രുദ്ധനായി തീർന്ന ചിത്രരഥൻ തൻ്റെ തേരിൽ കയറിയിരുന്ന് വില്ലെടുത്ത് കുലച്ചു. ഒരമ്പ് അർജുനൻ്റെ നേരെ പ്രയോഗിച്ചു. അർജുനൻ അത് തടുത്തുകൊണ്ട് ഗന്ധർവൻ്റെ നേരെ ആഗ്നേയാസ്ത്രം അയച്ചു. ചിത്രരഥൻ്റെ രഥം ഞൊടിയിടയ്ക്കുള്ളിൽ വെന്ത് നശിച്ചു. മറ്റൊരു അസ്ത്രം പ്രയോഗിച്ച് ഗന്ധർവനെ നിലം പതിപ്പിക്കുകയും ചെയ്തു. ചിത്രരഥൻ്റെ ഭാര്യയായ കുംഭീനസി ഇതെല്ലാം കണ്ടു ഭയപ്പെട്ടു. തൻ്റെ ഭർത്താവിനെ വധിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് അർജുനനെ ശരണം പ്രാപിച്ചു. അവളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് അർജുനൻ ഗന്ധർവനെ സ്വതന്ത്രനാക്കി. അർജുനൻ്റെ സാമർഥ്യം കണ്ട് പ്രീതനായി തീർന്ന ചിത്രരഥൻ തനിക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അർജുനൻ ഗന്ധർവന് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. പകരം ഗന്ധർവൻ അർജുനന് ചാക്ഷുഷ മന്ത്രവിദ്യ ഉപദേശിച്ചു കൊടുത്തു. ചാക്ഷുഷ വിദ്യ അറിയുന്നവന് എവിടെ നടക്കുന്ന സംഭവം എത്രയും അടുത്ത് കാണുവാൻ കഴിയും. ആ വിദ്യ വശമായതോടെ അർജുനൻ ഉത്സാഹഭരിതനായി തീർന്നു. പിന്നീട് ഗന്ധർവൻ്റെ ഉപദേശമനുസരിച്ച് പാണ്ഡവന്മാർ ദൗമ്യൻ എന്ന മഹർഷിയെ തങ്ങളുടെ പുരോഹിതനായി വരിച്ച് അദ്ദേഹത്തോടു കൂടി പാഞ്ചാല രാജ്യത്തേക്ക് തിരിച്ചു. രാജധാനിയിൽ ചെന്നു ചേർന്ന അവർ ഒരു കുംഭകാരൻ്റെ ഗൃഹത്തിൽ താമസിച്ചു. ബ്രാഹ്മണ വേഷത്തിൽ കഴിഞ്ഞു. 16-ാം ദിവസം സ്വയംവര മുഹൂർത്തമായി. വിശാലമായ വിവാഹ മണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്ത് രാജാക്കന്മാരും മറുഭാഗത്ത് മാമുൻ ജനങ്ങളും ആസക്തരായി. പാഞ്ചാല രാജപുത്രനായ ദൃഷ്ടദ്യുമനൻ സഭയിലെത്തി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. പിന്നീട് സഹോദരിയുമൊത്തിറങ്ങി ഇങ്ങനെ പ്രസ്താവിച്ചു, യന്ത്രസ്ഥിയായ കിളിയെ എയ്തു വീഴ്ത്തുന്ന വീരനെ എൻ്റെ ഭഗിനി വല്ലഭനായി വരിക്കുന്നതാണ്. അക്കാലത്തെ പ്രധാന രാജാക്കന്മാരും വീരന്മാരും എല്ലാം സ്വയംവരത്തിന് സന്നിഹിതരായിരുന്നു. ദുര്യോധനൻ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ജയദ്രഥൻ, ശകുനി, ആചരൻ, വൃക്ഷൻ, അശ്വത്ഥാമാവ്, ഭോജൻ, ബൃഹന്തൻ, മണ്ഡിമാൻ, ദണ്ഡധരൻ, സഹദേവൻ, ജയസേനൻ, മാഗധൻ, മേഘസന്ധി, വിരാടൻ, വിരാടപുത്രനായ ശംഖൻ, കർണൻ, കർണപുത്രനായ വൃക്ഷസേനൻ, ജമാസന്ധൻ, ഭഗദത്തൻ, ശല്യർ, സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ദൃഷ്ടദ്യുമനൻ സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മൂടുപടം നീക്കി രംഗവാസികളെ ലജ്ജാപുരസരം നോക്കി നിന്ന സർവാംഗ സുന്ദരിയായ കൃഷ്ണയെ കണ്ടതോടെ രാജാക്കന്മാർ ആവേശഭരിതരായി. വിശ്വസുന്ദരിയായ ആ തരുണിമണിയെ തനിക്ക് ലഭിച്ചെങ്കിലെന്ന് ഓരോരുത്തരും ആശിച്ചു.
ഞാൻ മുമ്പേ എന്ന മട്ടിൽ അവർ വില്ലെടുത്തു കുലയ്ക്കാൻ ചെന്നു. എല്ലാവരും ഭഗ്നമനോരഥന്മാരായി സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ആർക്കും ആ വില്ലെടുക്കുവാനോ കുലയ്ക്കുവാനോ പോലും കഴിഞ്ഞില്ല. അത് കണ്ട് നിന്ന കർണൻ മെല്ലെ എണീറ്റ് വില്ലിനടുത്തേക്ക് നടന്നു. എല്ലാവരും കർണനെ ഉറ്റുനോക്കി. ആ മുഖത്ത് നെടിലിച്ച ശുദ്ധാപ്തി വിശ്വാസം കണ്ട് എല്ലാവരും തങ്ങളിൽ പറഞ്ഞു, കർണനിത് കഴിയും. സൂര്യതുല്യമായ തേജസ് എഴുതുന്ന ആ വില്ലാളി വില്ലെടുക്കുവാൻ തുനിഞ്ഞപ്പോൾ സദസ്സു മുഴുവനും മറുച്ചത്തിൽ പാഞ്ചാലി വിളിച്ചു പറഞ്ഞു, ഞാൻ സൂതപുത്രനെ വരിക്കില്ല. സഭാമണ്ഡപം നിശബ്ദമായി. കർണൻ വിഷണ്ണനായി വില്ലെടുക്കാതെ മെല്ലെ നിവർന്ന് തലയും കുമ്പിട്ട് മടങ്ങി. കർണൻ വിജയിക്കുമെന്ന് പാഞ്ചാലിക്ക് വിശ്വാസമുണ്ടായിരുന്നു. കാണാൻ ചന്തമുള്ളവനും കാർമുഖ വിദ്യയിൽ സമർത്ഥനുമാണ്. പക്ഷേ താൻ ഒരു ക്ഷത്രിയ യുവതി, രാജകന്യക. കർണനോ കേവലം സൂതപുത്രനും. ഒരു സൂതപുത്രൻ്റെ പത്നിയായിരിക്കുക അത് അപലഷണീയമല്ല. അങ്ങനെയായിരുന്നു പാഞ്ചാലിയുടെ ചിന്ത. അംഗരാജനും ആയുധവിദ്യയിൽ അപ്രീതനും കവചകുണ്ടലധാരിയും സർവോപരി സുന്ദരനുമായ കർണൻ പാഞ്ചാലിയുടെ വാക്കുകൾ കേട്ട് ലജ്ജിച്ചുപോയി. കുലത്തിൻ്റെ പേരിൽ നിരന്തരമായി അവമാനിക്കപ്പെടുന്നതിനുള്ള ദുഃഖഭാരം അടക്കി നിശബ്ദനായി തൻ്റെ വിധിയെ പഴിച്ചു. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ വേഷപ്രച്ഛന്നനായിരുന്ന അർജുനൻ വില്ലാളികളുടെ വിനഷ്ടമായ അഭിമാനത്തെ ഉദ്ധരിക്കുവാനെന്നവണ്ണം എണീറ്റു വില്ലിനടുത്തേക്ക് നീങ്ങി. അത് കണ്ട കാണികൾ മെല്ലെ പറഞ്ഞു, ഇവൻ്റെ വിഡ്ഢിത്തം നോക്കൂ. മഹാബലന്മാരായ ക്ഷത്രിയ വീരന്മാർക്ക് കഴിയാത്തത് ബ്രാഹ്മണ യുവാവിന് കഴിയുമോ? ആജാനബാഹുവും അസ്ത്രശാസ്ത്ര വിദഗ്ധനുമായ അർജുനൻ അചഞ്ചലമായ സ്വപ്രത്യയത്തോടുകൂടി ആ മഹാചാപം എടുത്തു. ശരം തൊടുത്ത് ലക്ഷ്യം നോക്കി അയച്ചു. യന്ത്രസ്ഥിതിയായിരുന്ന കിളി കണ്ടമരിഞ്ഞു നിലത്തു വീണു. കാണികൾ ഹർഷാരവം മുഴക്കി. ദേവകൾ വൃഷ്ടി ചെയ്തു. ഗന്ധർവന്മാർ മംഗളവാദ്യം മുഴക്കി. വിജയശ്രീലാളിതനായ അർജുനന്റെ ഗളത്തിൽ നമ്രമുഖിയായ പാഞ്ചാലി വർണ്ണമാല്യം അണിയിച്ചു. ദ്രുപദ മഹാരാജാവ് സമർത്ഥനായ ആ ബ്രാഹ്മണ യുവാവിനെ അഭിനന്ദിച്ചു. സഭാമണ്ഡപത്തിൽ ജ്യേഷ്ഠനായ ബലരാമനുമൊത്ത് വെച്ചിരുന്ന കൃഷ്ണനെ ആ ബ്രാഹ്മണ യുവാവിൻ്റെ സാമർത്ഥ്യ പ്രകടനം വളരെ ഇഷ്ടപ്പെട്ടു. അത് അർജുനൻ തന്നെയാണെന്ന് അദ്ദേഹം ജ്യേഷ്ഠനോട് പറഞ്ഞു. അരക്കില്ലത്തിലെ അപകടത്തിലും പാണ്ഡവന്മാർ മരിച്ചിട്ടില്ലെന്ന് രാമകൃഷ്ണന്മാർക്ക് ബോധ്യമായി. പുരയിലെത്തി ദ്രോണശിഷ്യരായി കഴിയുമ്പോൾ കൃഷ്ണൻ സന്ദീപനിയുടെ ആശ്രമത്തിൽ ഗുരുകുലവാസം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇന്നോളം അന്യോന്യം കാണാനോ പരിചയപ്പെടാനോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കേട്ടറിഞ്ഞിരുന്നു. അർജുനനല്ലാതെ മറ്റാർക്കും ഈ പന്തയത്തിൽ വിജയിക്കാനാവില്ലെന്ന് കൃഷ്ണന് തോന്നി. സന്ദേഹം ശരിയായിരുന്നു താനും. സഹോദരന്മാരാലും ബ്രാഹ്മണരാലും അനുഗതനായി മണ്ഡപത്തിന് പുറത്തിറങ്ങിയപ്പോൾ നിരാശരായ രാജാക്കന്മാർ എതിർക്കാൻ സന്നദ്ധരായി. അർജുനനും ധ്രുവനും ദൃഷ്ടമനോടും കൂടി രാജാക്കന്മാരെ എല്ലാം നിശേഷം തോൽപ്പിച്ചോടിച്ചു. വളരെ വൈകിട്ടും പുത്രന്മാരെ കാണാത്തത് മൂലമുള്ള ആധിയിൽ കുന്തി ദേവി അസ്വസ്ഥ ചിത്തയായി. അവർ അടിക്കടിയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളെ ഓർത്ത് വിഷാദിച്ചിരിക്കെ പാണ്ഡവന്മാർ പാഞ്ചാലിയുമൊത്ത് കുംഭകാരഗൃഹത്തിലെത്തി. തിമിർപ്പോടെ അവർ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഭിക്ഷ കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് അകത്ത് നിന്നുകൊണ്ട് തന്നെ കുന്തി പറഞ്ഞു, നിങ്ങൾ 5 പേരും കൂടി എടുത്തുകൊള്ളൂ. കുന്തി ഭിക്ഷയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയത് സർവാഭരണ വിഭൂഷിതയായ രാജപുത്രിയെ കണ്ടപ്പോഴാണ്. അപ്പോൾ താൻ പറഞ്ഞതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു. എങ്കിലും അവൾ പറഞ്ഞു, ഏതായാലും ഞാനങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനി അങ്ങനെ തന്നെ ആവട്ടെ. തൻ്റെ മക്കൾ വേട്ടുകൊണ്ടുവന്നത് പാഞ്ചാല രാജപുത്രിയായ പാഞ്ചാലിയെയാണെന്നറിഞ്ഞപ്പോൾ കുന്തിക്ക് അതിയായ സന്തോഷം തോന്നി. താൻ രാജകുമാരിയാണെന്നുള്ള നില മറന്ന് പാഞ്ചാലി ഭർത്താക്കന്മാരെ വിമൊരുമിച്ച് ആ യാതുഗൃഹത്തിൽ താമസിച്ചു. ഒരിക്കൽ കൃഷ്ണൻ ബലരാമനും ഒന്നിച്ച് അവരെ കാണാനെത്തി. അവർ സ്വയം പരിചയപ്പെടുത്തി. ആഗത തങ്ങളുടെ ബന്ധുക്കളായ ബലരാമനും കൃഷ്ണനുമാണെന്നറിഞ്ഞപ്പോൾ കുന്തിക്കും പുത്രന്മാർക്കും വളരെ സന്തോഷമായി. അന്ന് മുതൽ കൃഷ്ണനും പാണ്ഡവന്മാരെ ഉറ്റ ചങ്ങാതികളായി. രാമകൃഷ്ണന്മാർ പോയതിനു ശേഷം കുന്തി കൃഷ്ണനെക്കുറിച്ച് താൻ കേട്ടിട്ടുള്ള കഥകളെല്ലാം പുത്രന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. അത്ഭുതപ്രഭാവനായ കൃഷ്ണനോട് പാണ്ഡവന്മാർക്ക് ഭക്തിയും ബഹുമാനവും ഒന്നിനൊന്ന് വർദ്ധിച്ചു. ദ്രുപദൻ പാണ്ഡവന്മാരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അയച്ചു കൊടുത്ത രഥത്തിൽ രാജോചിതമായ ആഡംബരങ്ങളോടെ പാണ്ഡവന്മാരും കുന്തിയും പാഞ്ചാലിയും രാജഗൃഹത്തിലേക്ക് പോയി. രാജാവ് അവരെ ബഹുമാനിച്ച് സൽക്കരിച്ച് ആചരിച്ചു. കുശലപ്രശ്നങ്ങൾക്കിടയിൽ അദ്ദേഹം പാണ്ഡവന്മാരോട് ഇപ്രകാരം ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ സത്തന്മാരെ, നിങ്ങൾ ആരാണ്? എന്നോടെല്ലാം തുറന്നു പറയൂ.
ഒരു കാലത്ത് തന്നെ ബന്ധിച്ച പാണ്ഡുപുത്രനായ അർജുനന്റെ ഛായ ബ്രാഹ്മണ യുവാവിൽ കണ്ടു. രാജാവ് സ്വയം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും അതിനുവേണ്ടിയായിരുന്നു. എൻ്റെ പ്രയത്നം സഫലമായെന്നറിഞ്ഞാൽ ഞാൻ ചാരിതാർത്ഥനായി. തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചത് കേവലം ഒരു ബ്രാഹ്മണ യുവാവാണല്ലോ എന്ന് പരിതപിച്ചിരുന്ന പാഞ്ചാലൻ പിന്നീട് യഥാർത്ഥ വിവരം അറിഞ്ഞ് അപ്പോൾ സന്തോഷമായി. തൻ്റെ ചിരകാലാഭിലാഷം പൂർത്തിയായിരിക്കുന്നു. തൻ്റെ പുത്രിയെ വില്ലാളിവീരനായ അർജുനൻ തന്നെ വേട്ടിരിക്കുന്നു. എന്നാൽ പാണ്ഡവന്മാർ 5 പേരുടെയും ധർമ്മപത്നിയാണ് പാഞ്ചാലി എന്നറിഞ്ഞപ്പോൾ ദ്രുപദന് ദുഃഖം തോന്നി. അത് ആചാരവിരുദ്ധമാണ്. ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ ഇന്നോളം ഉണ്ടായിട്ടില്ല. ദ്രുപദൻ അക്കാര്യം പാണ്ഡവന്മാരോട് ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ മാതൃനിർദ്ദേശമനുസരിച്ച് തങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാൻ അവർ തയ്യാറായില്ല. നമസ്കാരം.